ഡാലി അമ്മൂമ്മയുടെ പുഴ. നീ മര്യാദയ്ക്ക് പോയിക്കോ. പുഴ പറഞ്ഞു. ഇല്ലടി, ഞാൻ ഇവിടെ കിടന്ന് ചത്തോളാം. പുഴയ്ക്ക് കലി വന്നു. ഇത് ഡാലിയുടെ തുരുത്തിനെ വലം വെച്ച് ദേശത്തോടെ ഒന്ന് ഉയർന്നു ചാടിയ ശേഷം ഒഴുകിപ്പോയി. ഇന്നാ ഇത് വെച്ചോ. പോകും വഴി മരണാസന്നനായ ഒരു പെരുമ്പാമ്പിൻ കുഞ്ഞിനെ ഡാലിയമ്മൂമ്മയുടെ കുടിലിലേക്ക് തള്ളിയിട്ട് കൊടുത്തു പുഴ. അയ്യോ പാവം. അമ്മൂമ്മ അവനെ എടുത്ത് വേഗം അടുപ്പിനരികത്ത് കൊണ്ടുപോയി കിടത്തി. തണുത്തു വിറയ്ക്കുന്നുണ്ടായിരുന്നു. നിനക്ക് തന്തയും തള്ളയൊന്നുമില്ലേ? നോക്കാതെയും പാക്കാതെയും ഇറങ്ങി നടന്നോളും. അവൻ ദയനീയമായി ഡാലിയമ്മൂമ്മയെ നോക്കി. ഡാലിയമ്മൂമ്മയെ നോക്കി. ചുരുണ്ടു കിടന്ന അവന്റെ പൂ പോലത്തെ ഉടലിൽ അമ്മൂമ്മ തൻ്റെ ചുളുങ്ങിയ വിരലുകൾ കൊണ്ട് തലോടി. ഊടുന്നു പോയ പിന്നെ വല്ല വങ്കിലും കേറിയിരുന്ന് എലീനെ എല്ലാം പിടിച്ചു തിന്ന് എലീനെങ്ങാനും പിടിച്ചു കൊണ്ട് അടങ്ങി കിടന്നോണം കേട്ടാ. വങ്കെന്ന് പറഞ്ഞ എന്താണ്? വങ്കെന്ന് പറഞ്ഞ പൊത്ത്. കിള്ളിയാർ കാവിൽ കിടന്ന കുടിലിനുള്ളിൽ അമ്മൂമ്മയും പെരുമ്പാമ്പും മറ്റാർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ പരസ്പരം സംസാരിച്ചുകൊണ്ടിരുന്നു. തടവി കൈ തളർന്നപ്പോൾ ഡാലിയമ്മൂമ്മ പറഞ്ഞു, എനിക്ക് ഉറക്കം വരണം, നീ എവിടേലും പോ. ഡാലിയമ്മൂമ്മയുടെ ചൂട് വിട്ടു പോകാൻ കുഞ്ഞു പാമ്പിന് മനസ്സ് വന്നില്ല. ചുറ്റിപ്പിണഞ്ഞ് അമ്മൂമ്മയുടെ ചൂട് പറ്റി അവനും ഉറങ്ങി. പാവം തള്ളയില്ല പിള്ള. ഡാലി കുഞ്ഞായിരുന്നപ്പോൾ പുഴ 100 മീറ്ററെങ്കിലും അകലെയായിരുന്നു. പിച്ച് വെച്ച് നടന്നു തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണ് പുഴയുമായുള്ള ചങ്ങാത്തം. പൊന്മുടി കാടുകളിൽ എവിടെയോ നിന്ന് കൂലം കുത്തി ഇറങ്ങി വേഗത്തിൽ അറബിക്കടലിലേക്കുള്ള പോക്കാണ് പുഴയുടെ ജോലി. കര തീരം എന്നൊക്കെയാണ്. അപ്പം കൂലം കുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കര തകർത്ത് വരിക. എന്നിട്ട് അത് എവിടേക്കാ പോകുന്നത്? അറബിക്കടലിലേക്ക് പോകുന്നു. ഓക്കെ. സംസാരിച്ചു തുടങ്ങിയതു മുതൽ ഡാലി പുഴയോട് വർത്തമാനം പറഞ്ഞു. ക്രമേണ പുഴ ഡാലിയോടും സംസാരിച്ചു. അവർക്കിടയിൽ പുതിയ ഭാഷയുണ്ടായി. പുലർച്ചെ മുതൽ തുടങ്ങും പുഴയും ഡാലിയും തമ്മിലുള്ള കാര്യം പറച്ചിൽ. മണലൂറ്റുകാരാണ് പുഴയെ ഡാലിയുടെ മുറ്റം വരെ എത്തിച്ചത്. പുഴ നടന്നു മുറ്റത്തേക്ക് വന്നപ്പോൾ മനുഷ്യർ വീടുകൾ ഉപേക്ഷിച്ച് പോകാൻ നിർബന്ധിതരായി. പോകാൻ കൂട്ടാക്കാത്തവരെ കള്ളന്മാർ ഭീഷണിപ്പെടുത്തിയും ഭൂമിക്ക് വൻ വില നൽകിയും നാടുകടത്തി. ഒടുവിൽ ഡാലിയമ്മൂമ്മ മാത്രമായി. ഡാലിയുടെ കുടിലിനെ പുഴ വളഞ്ഞു. ക്രമേണ നിരാലംബരായ 2 വൃദ്ധ വിധവകളെ പോലെ പുഴയും ഡാലിയും സങ്കടങ്ങൾ മാത്രം പങ്കുവച്ചു. നിരാലംബർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ മോനെ? ആശ്രയമില്ലാത്തവൾ എന്നാണ് അതിന്റെ അർത്ഥം. നിരാലംബ എന്ന് പറഞ്ഞാൽ ആശ്രയമില്ലാത്തവൾ. നിരാലംബരായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രയമില്ലാത്തവർ എന്നുള്ള അർത്ഥം. എല്ലാവരും അമ്മൂമ്മയെ ഉപദേശിച്ചു. കിളവി,
വയസ്സാം കാലത്ത് ഇവിടെ കിടന്ന് തണുത്ത് വിറച്ച് ചാവാതെ നെടുവങ്കാട്ടെ മോളുടെ വീട്ടിൽ പോയി താമസിക്കൻ. അവന്മാരോട് ഡാലി മറുപടി ഒന്നും പറഞ്ഞില്ല. 2 ദിവസത്തിനുള്ളിൽ മഴ പെയ്യും. പുഴ എങ്ങനെ പെരുമാറുമെന്ന് അറിഞ്ഞുകൂടാ. പുഴ എങ്ങനെ പെരുമാറുമെന്ന് അറിഞ്ഞുകൂടാ. പിറ്റേന്ന് വള്ളത്തിൽ ഒരു സംഘം ആളുകൾ അവിടേക്ക് വന്നു. കാണാൻ മെനയുള്ള ഒരു ചെറുപ്പക്കാരൻ. മെനയുള്ള എന്ന് പറഞ്ഞാൽ എന്താണ്? കൊള്ളാവുന്ന. അമ്മൂമ്മയുടെ മുറ്റത്തു കിടന്ന ചൂരൽ കസേരയിൽ കയറിയിരുന്നു. ഞാനാണ് ഇവിടത്തെ ജില്ലാ കളക്ടർ. തേയില വെള്ളം ഇടട്ടെ മോനെ. അതു കേട്ട് എല്ലാവരും ചിരിച്ചു. ഡാലി അമ്മൂമ്മ രാഷ്ട്രപതിക്ക് ഒരു ഹർജി അയച്ചിരുന്നില്ലേ? ഓ, അത് പുഴയും ഞാനും തന്താലിച്ച് തീരുമാനിച്ചതാണ്. പുഴയും കൂടെ തന്താരിച്ച് അയച്ചാണ്. അത് ഒരു ശൈലിയാണ് ഭാഷയുടെ. പുഴ പറഞ്ഞു, തൂക്കിക്കൊല്ലാൻ പോകുന്നവരൊക്കെ അങ്ങേർക്ക് ഹർജി കൊടുത്ത ചിലപ്പം ശിക്ഷ ഇളവ് ചെയ്യാനെക്കൊണ്ട് ചട്ടമുണ്ടെന്ന് പുഴയ്ക്ക് എന്നെക്കാട്ടിലും അറിവാണ്. അതിങ്ങനെ പല നാടുകൾ ചുറ്റണയല്ലേ. അങ്ങനെയാണ് ഞാൻ പത്രക്കാര് പിള്ളാരെ കൊണ്ട് ഹർജി അയപ്പിച്ചത്. അമ്മൂമ്മ, ഞാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. എന്നിട്ട് നിന്നെ കണ്ടിട്ട് ഒരു ചൊടിയില്ലല്ലോടാ. ഈ പുഴയിൽ നല്ല ഓടവല മീൻ കിട്ടും. പിടിച്ച് ചമ്പാവരിയിലിട്ട് കഞ്ഞി വെച്ച് കുടിക്കണം. തടിപ്പാലം പോലെ വരും. ആരുമില്ലാത്ത തുരുത്തിൽ ഇനിയും ഒറ്റയ്ക്ക് താമസിക്കുന്നത് അപകടമാണ്. ഏറ്റവും വലിയ മഴക്കാലമാണ് വരാൻ പോകുന്നത്. വളരെ നിസ്സാരമായ ഒരു നോട്ടം മാത്രമായിരുന്നു അമ്മൂമ്മയുടെ മറുപടി. മുറ്റത്തെ കല്ലടുപ്പിൽ ചൂടാക്കിയ തേയില വെള്ളം പിഞ്ഞാണക്കോപ്പയിൽ ഒഴിച്ച് അമ്മൂമ്മ കളക്ടർക്ക് കൊടുത്തു. അയാൾ കുടിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഡാലി അമ്മൂമ്മ ഇവിടുന്ന് താമസം മാറ്റണം. ചായ കൊള്ളാമോടാ കൊച്ചേ? നഗരത്തിൽ അവിടെ എല്ലാ സൗകര്യവുമുള്ള ഒരു ഫ്ലാറ്റിൽ ഗവൺമെന്റിന്റെ പൂർണ്ണ സംരക്ഷണയിൽ അമ്മൂമ്മയ്ക്ക് കഴിയാം. ഈ പുഴയും കൂടെ അതിന്റെ അകത്ത് താമസിപ്പിക്കുമോ?
അമ്മൂമ്മ എടുത്തടിച്ച പോലെ ചോദിച്ചു. എടുത്തടിച്ചതുപോലെ ചോദിച്ചു. കളക്ടർ ഒരു നിമിഷം ചിന്തിച്ചു. ഡാലി അമ്മൂമ്മ താമസിക്കുന്ന ഫ്ലാറ്റിന് കിള്ളി എന്ന് പേരിടാം. കിള്ളി ആരാണ്? കിള്ളി ആറിന്റെ പേരാണ്. ആ പുഴയുടെ. ഈ പുഴയിലെ വെള്ളം കൊണ്ട് ബാറ്റബും ഉണ്ടാക്കിത്തരാം. വരണം. വരൂല. വയസ്സായ നിന്റെ ഒടപ്പറന്നോളെ ചാവാൻ വിട്ടിട്ട് നീ ആണെങ്കിൽ പോകുമോ? ഒടപ്പറന്നോളെന്ന് പറഞ്ഞ ആരാന്നറിയാമോ? സഹോദരി പെങ്ങൾ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരും. കളക്ടർ എഴുന്നേറ്റു. എതിർക്കാനുള്ള ശരീരബലമൊന്നും ഡാലി അമ്മൂമ്മയ്ക്കുണ്ടായിരുന്നില്ല. ഡാലി അമ്മൂമ്മയ്ക്കില്ലായിരുന്നു. അവരെ വനിതാ പോലീസുകാർ നിർബന്ധപൂർവം പിടിച്ച് വള്ളത്തിൽ കയറ്റിക്കൊണ്ടുപോയി. ആറിനു നടുക്കെത്തിയപ്പോൾ അവസാന തുണയും നഷ്ടപ്പെട്ട പുഴ അപാരമായി ഒന്ന് നിലവിളിച്ചു. തുണ എന്ന് പറഞ്ഞ എന്താണ്? സഹായം എന്നാണ് അതിന്റെ അർത്ഥം. തുണ എന്ന് പറഞ്ഞത്. ഡാലി അമ്മൂമ്മയുടെ ചങ്ക് കിടുങ്ങിപ്പോയി. 13ാം നിലയിലെ കിള്ളി എന്ന പേരിട്ട അപ്പാർട്ട്മെന്റിന്റെ ജനലിലൂടെ കാണുന്ന കടലിളക്കം നോക്കി അമ്മൂമ്മ ദിവസങ്ങൾ തള്ളി നീക്കി. മഴ തുടങ്ങി. വിഷാദിയായി ഒഴുകിയിരുന്ന പുഴയ്ക്ക് കലിയിളകി. വിഷാദം എന്ന് പറഞ്ഞാൽ എന്താണ് മോനെ? ദുഃഖം. ഒരു വെളുപ്പാങ്കാലത്ത് അത് ഡാലിയെ തേടി ഇറങ്ങി. നഗരത്തിലെ മുടുക്കുകളിലും ഊടുവഴികളിലും നടന്ന് പുഴ ഉറക്കെ വിളിച്ചു. ഡാലി ഡാലി. വഴി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? വീതി കുറഞ്ഞ വഴി. തകർത്താടിയ മഴയിൽ ഭ്രാന്ത് പിടിച്ച പുഴ നഗരത്തെ സമനീതി പഠിപ്പിച്ചുകൊണ്ട് ഒരേ നിരപ്പിലൊഴുകി. അസംഖ്യം എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള അസംഖ്യം ജലജീവികൾ നഗരഗ്രഹങ്ങളെ ആവാസ കേന്ദ്രമാക്കി മാറ്റി. ആവാസ കേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? വാസസ്ഥലം. അവർക്ക് താമസിക്കാനുള്ള സ്ഥലമാക്കി. പുഴ പിന്നെയും അന്വേഷണം തുടർന്നു. ഒടുവിൽ ഡാലി അമ്മൂമ്മയുടെ 90 കടന്ന കണ്ണുകൾ ഫ്ലാറ്റിന്റെ പുറത്തു വന്ന് മുട്ടിവിളിച്ച കിള്ളിയാറിനെ തിരിച്ചറിഞ്ഞു. സന്തോഷത്തിന്റെ നിലവിളിയോടെ ഡാലി പുറത്തേക്കെടുത്ത് ഒറ്റച്ചാട്ടം ചാടി. പുഴയെ കെട്ടിപ്പിടിച്ച് ഇരുവരും പൊട്ടിച്ചിരിച്ചു. നിനക്കെന്താണ് ഈ താഴത്തെ നിലയിൽ താമസിച്ചുകൂടായിരുന്നോ? എന്തു പാടുപെട്ടാണ് നിന്നെ കണ്ടുപിടിച്ചത്? പുഴ ചോദിച്ചു. പോടി. ഡാലി അമ്മൂമ്മ പുഴയ്ക്ക് ഒരു നുള്ളു വെച്ചു കൊടുത്തു. മോനും കൂട്ടുകാരും ഒക്കെ ഉള്ളതിന്റെ കൂട്ടാണ് കേട്ടോ ഇത്. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇരുവരും കടലിലേക്ക് നീന്തി. ഇത് ആരെഴുതിയ കഥയാണ്?
വി ഷിൻലാൽ. ഏത് വേദിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഏത് കൃതിയാണ്? നരോധ പാഠ്യയിൽ നിന്നുള്ള ബസ്. എഴുതിയതാരാണ്? വി ഷിനിലാൽ. അപ്പം ഡാലി അമ്മൂമ്മയുടെ പുഴ എന്ന പാഠത്തിലെ അർത്ഥം നമുക്ക് നോക്കാം. ഒന്നാമത്തത് വിഷാദം, ദുഃഖം, വങ്ക്, പൊത്ത്, മൊഴി, വാക്ക്, വിചിത്രം, അസാധാരണം, ആവാസ കേന്ദ്രം, വാസസ്ഥലം, വാസസ്ഥലം, തുണ, സഹായം, കൂലം, കര, തീരം, ഊടുവഴി, വീതി കുറഞ്ഞ വഴി, മെനയുള്ള, കൊള്ളാവുന്ന, കൂലം കുത്തുക, കര തകർക്കുക, നിരാലംബ, ആശ്രയമില്ലാത്തവൾ, അടുക്ക്, ക്രമം, ഉടപ്പിറന്നോൾ. ഉടപ്പിറന്നോൾ എന്ന് പറഞ്ഞു സഹോദരി, പെങ്ങൾ, സഹോദരി. അടുത്തായി സമാന പദം. ഭൂമി, ധര, ധരിത്രി, പുഴ, ആറ്, നദി, തടിനി, എലി, മുഷികൻ, മൂഷികൻ, ആഖു, പാമ്പ്, സർപ്പം, നാഗം, ഉരകം, ചിരി, ഹാസം, സ്മേരം, വർഷം, മഴ, മാരി, ശരീരം, മേനി, ഉടൽ, കായം, വെള്ളം, സലീലം, തോയം, സലിലം, തോയം, കടൽ, സമുദ്രം, സാഗരം, അർണവം. അടുത്തതായി വിപരീത പദം. ശിക്ഷ, രക്ഷ, നഗരം, ഗ്രാമം, സൗകര്യം, അസൗകര്യം, ബലം, ദുർബലം, അവസാനം. ആദ്യം. അടുത്തതായി പിരിച്ചെഴുതുക. പുറത്തേക്കെടുത്ത്, പുറത്തേക്ക്, അധികം, എടുത്ത്, കിടുങ്ങിപ്പോയി, കിടുങ്ങി, അധികം, പോയി, തകർത്താടി, തകർത്താടി, തകർത്ത്, അധികം, ആടി, നിരാലംബരായ, നിരാലംബർ, അധികം, ആയ, നിരാലംബർ, അധികം, ആയ, മരണാസന്നനായ, മരണാസന്നൻ, അധികം, ആയ. അടുത്തായി ഉത്തരം എഴുതുക. പുലർച്ചെ മുതൽ തുടങ്ങും പുഴയും ഡാലിയും തമ്മിലുള്ള കാര്യം പറച്ചിൽ. സന്ദർഭം എഴുതുക. ഡാലി കുഞ്ഞായിരുന്നപ്പോൾ ഡാലി കുഞ്ഞായിരുന്നപ്പോൾ പുഴ 100 മീറ്ററെങ്കിലും അകലെയായിരുന്നു. നടന്നു തുടങ്ങിയതാണ് പുഴയുമായുള്ള ഡാലിയുടെ ചങ്ങാത്തം. പൊന്മുടിക്കാടുകളിൽ എവിടെയോ നിന്ന് കൂലം കുത്തി ഇറങ്ങി വേഗത്തിൽ അറബിക്കടലിലേക്കുള്ള പോക്കാണ് പുഴയുടെ ജോലി. സംസാരിച്ചു തുടങ്ങിയതു മുതൽ ഡാലി പുഴയോട് വർത്തമാനം പറഞ്ഞു. ക്രമേണ പുഴ ഡാലിയോടും സംസാരിച്ചു. അങ്ങനെ അവർക്കിടയിൽ ഒരു പുതിയ ഭാഷയുണ്ടായി. ഇതാണ് പുലർച്ചെ മുതൽ തുടങ്ങും പുഴയും ഡാലിയും തമ്മിലുള്ള കാര്യം പറച്ചിൽ എന്നതിന്റെ സന്ദർഭം. ഇവിടെ നമ്മൾ ആ ടിക്ക് ഇട്ടേക്കുന്ന ഇത് കണ്ടോ? അതിൽ ഒന്നാമത്തെ ടിക്ക് ഏതാണ്? ചെങ്ങാത്തം. അവരുടെ ചെങ്ങാത്തം എപ്പോഴാണ് തുടങ്ങിയത്? ഡാലി കുഞ്ഞായിരുന്നപ്പോൾ പുഴ 100 മീറ്റർ എങ്കിലും അകലെയായിരുന്നു. എപ്പോഴാണ് അവരുടെ ചെങ്ങാത്തം തുടങ്ങിയത്? നടന്നു തുടങ്ങിയപ്പോൾ. ഡാലി അമ്മൂമ്മ നടന്നു തുടങ്ങിയതാണ് അവരുടെ ചെങ്ങാത്തം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള എവിടെയാണ് ടിക്ക് വന്നിരിക്കുന്നത്? അവരുടെ ഇത് എങ്ങോട്ടാ ഇത് പോകുന്നത്? പൊന്മുടി കാടുകളിൽ എവിടെയോ നിന്ന് കൂലം കുത്തി ഇറങ്ങി വേഗത്തിൽ അറബിക്കടലിലേക്കുള്ള പോക്കാണ് പുഴയുടെ ജോലി.
പിന്നെന്താണ്, ഇവര് സംസാരിച്ചു തുടങ്ങിയത് മുതൽ ഡാലി പുഴയോട് വർത്തമാനം പറഞ്ഞു. എപ്പോഴാ വർത്തമാനം പറഞ്ഞത്? ചെങ്ങാത്തം തുടങ്ങിയപ്പോഴാണ്? നടന്നു തുടങ്ങിയപ്പോ. സംസാരിച്ചു തുടങ്ങിയപ്പോ എന്ത് ചെയ്തു? പുഴയുമായിട്ട് വർത്തമാനം പറഞ്ഞു. ക്രമേണ പുഴ തിരിച്ചു എന്ത് ചെയ്തു? സംസാരിച്ചു. അപ്പൊ നമ്മൾ തിരിച്ചും വർത്തമാനം പറഞ്ഞു എന്ന് പറയുന്നതിനേക്കാളും നല്ലത് നമ്മൾ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചിരിക്കുകയാണ്. ഒന്ന് വർത്തമാനം, ഒന്ന് സംസാരിച്ചു. അങ്ങനെ അവർക്കിടയിൽ ഒരു പുതിയ ഭാഷയുണ്ടായി. അപ്പം ഇവിടെ മെയിനായിട്ട് നമ്മളെ 3 കാര്യങ്ങളാണ്. ഒന്ന് എന്താണ്? ചെങ്ങാത്തം. എപ്പോഴാണ് അവരുടെ ചെങ്ങാത്തം തുടങ്ങിയെന്ന്? എപ്പോഴാണ് അവരുടെ ചെങ്ങാത്തം തുടങ്ങിയേ? ഡാലിയമ്മ നടന്നു തുടങ്ങിയപ്പോൾ. പിന്നെ എന്താണ്? എപ്പോഴാണ് വർത്തമാനം പറഞ്ഞു തുടങ്ങിയേ? ഡാലിയമ്മ സംസാരിച്ചു തുടങ്ങിയപ്പോൾ. പിന്നെ തിരിച്ചു അപ്പോൾ എന്ത് ചെയ്തു? വർത്തമാനം തുടങ്ങിയപ്പോൾ ഡാലിയമ്മ സംസാരിച്ചപ്പോൾ തിരിച്ച് ആര് സംസാരിച്ചു? പുഴയും സംസാരിച്ചു. അങ്ങനെ അവർക്ക് ഇടയിൽ എന്തുണ്ടായി? ഒരു പുതിയ ഭാഷയുണ്ടായി. അപ്പം നമ്മൾ ഏതൊക്കെയാ പറഞ്ഞേ? ചെങ്ങാത്തം, വർത്തമാനം, സംസാരം, പുതിയ ഭാഷ. വിഷാദിയായി ഒഴുകിയിരുന്ന പുഴയ്ക്ക് കലി ഇളകിയപ്പോൾ സംഭവിച്ചത് എന്താണ്? ഒരു വെളുപ്പാങ്കാലത്ത് പുഴ ഡാലിയെ തേടിയിറങ്ങി. നഗരത്തിലെ മുടുക്കുകളിലും ഊടുവഴികളിലും നടന്ന് പുഴ ഡാലിയെ വിളിച്ചു. തകർത്താടിയ മഴയിൽ ഭ്രാന്ത് പിടിച്ച് പുഴ നഗരത്തെ സമനീതി പഠിപ്പിച്ചുകൊണ്ട് ഒരേ നിരപ്പിൽ ഒഴുകി. ഒടുവിൽ ഡാലിയമ്മൂമ്മയുടെ 90 കടന്ന കണ്ണുകൾ ഫ്ലാറ്റിന്റെ പുറത്ത് വന്നു മുട്ടി വിളിച്ച കിള്ളിയാറിനെ തിരിച്ചറിഞ്ഞു. സന്തോഷത്തിന്റെ നിലവിളിയോടെ ഡാലി പുറത്തേക്കെടുത്ത് ചാടി. പുഴയെ കെട്ടിപ്പിടിച്ച് ഇരുവരും പൊട്ടിച്ചിരിച്ചു. ഇതാണ് വിഷാദിയായി ഒഴുകിയിരുന്ന പുഴയ്ക്ക് കലി ഇളകിയപ്പോൾ സംഭവിച്ചത്. അപ്പൊ എന്താണ് കലി ഇളകിയപ്പോ? ഒരു വെളുപ്പാങ്കാലത്ത് പുഴ ആരെ തേടിയിറങ്ങി? ഡാലിയെ തേടിയിറങ്ങി. ഒരു വെളുപ്പാങ്കാലത്ത് അന്വേഷിച്ചിറങ്ങിയാണ്. എന്നിട്ട് ഇതുവഴി കൂടെയൊക്കെയാ പോയെ? നഗരത്തിലെ മുടുക്കുകളിലും ഊടുവഴികളിലും ഒക്കെ പുഴ ഡാലിയെ വിളിച്ചു. അപ്പൊ ആദ്യം തേടിയിറങ്ങി, രണ്ടാമത് ഉറക്കെ വിളിച്ചിട്ട് കിട്ടിയോ? ഇല്ല. കിട്ടാതായപ്പോ എന്തായി? പുഴയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. തകർത്താടിയ മഴയിൽ, ഇപ്പൊ മഴയും പെയ്തിരിക്കുകയാണ്, മഴയും കൂടെ പെയ്ത് ഭ്രാന്ത് പിടിച്ച പുഴ നഗരത്തിൽ കൂടെ ഒരേ നിരപ്പില് ഒഴുകി. ഒടുവിൽ ഇതെല്ലാം പിന്നെ അവസാനം എത്തിയപ്പോ എന്ത് ചെയ്തു? ഡാലിയമ്മൂമ്മയുടെ 90 കടന്ന കണ്ണുകൾ എന്ന് പറഞ്ഞ ഡാലിയമ്മൂമ്മക്ക് ഏകദേശം എത്ര വയസ്സായി? 90. ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് കണ്ണും കാണത്തില്ലേ? ഇപ്പൊ 90 വയസ്സായി. 90 കടന്ന കണ്ണുകൾ ഫ്ലാറ്റിന്റെ പുറത്തേക്ക് വന്നു. എന്നിട്ട് ആരെ കണ്ടു? കതവി കൊട്ടി ആരാ വിളിക്കുന്നേ? മുട്ടി വിളിച്ച കിള്ളിയാറിനെ തിരിച്ചറിഞ്ഞു. അപ്പം സന്തോഷത്തിന്റെ നിലവിളിയോടെ ഡാലി പുറത്തേക്ക് എടുത്തു ചാടി. എന്നിട്ട് എന്ത് ചെയ്തു? പുഴയെ കെട്ടിപ്പിടിച്ച് പൊട്ടിച്ചിരിച്ചു. മനസ്സിലായോ? ഇതാണ് വിഷാദിയായി ഒഴുകിയിരുന്ന പുഴയ്ക്ക് കലി ഇളകിയപ്പോൾ സംഭവിച്ചത്. അപ്പൊ ആദ്യം എന്താ നമ്മൾ എഴുതണ്ടേ? ഡാലിയമ്മൂമ്മയെ തേടിയിറങ്ങി, ഉറക്കെ വിളിച്ചു. എവിടൊക്കെയാ വിളിച്ചത് നമ്മൾ പറയണം? ഊടുവഴികളിലും മുടുക്കുകളിലും ഊടുവഴികളിലും ഒക്കെയാണ് വിളിച്ചത് നമ്മൾ പറയണം. പിന്നെന്ത് എഴുതി? എന്നിട്ട് കാണാഞ്ഞിട്ട് ഭ്രാന്ത് പിടിച്ചു. അപ്പോഴത്തേക്ക് ഡാലിയമ്മൂമ്മ കണ്ടു. ഡാലിയമ്മൂമ്മയുടെ 90 കഴിഞ്ഞ കണ്ണുകള് കണ്ടു. ആരെയാ കണ്ടത്? മുട്ടി വിളിച്ച കിള്ളിയാറിനെ കണ്ടു. ഡാലിയമ്മൂമ്മ പുറത്തേക്ക് എടുത്തു ചാടി. എന്നിട്ട് എന്ത് ചെയ്തു? കെട്ടിപ്പിടിച്ച് രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. നിങ്ങൾ സ്കൂൾ വിടുമ്പോ അങ്ങനല്ലേ കൂട്ടുകാരികളെ കാണുമ്പോ? അടുത്ത ബാച്ചിലുള്ള കൂട്ടുകാരികളെ കാണുമ്പോ അങ്ങനല്ലേ നമ്മൾ ചെയ്യുന്നേ? ഡാലിയമ്മൂമ്മയുടെ ചങ്ക് കിടുങ്ങിപ്പോയി. എപ്പോൾ? ഡാലിയമ്മൂമ്മയെ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നഗരത്തിൽ എല്ലാ സൗകര്യവുമുള്ള ഒരു ഫ്ലാറ്റിൽ
സംരക്ഷിക്കാൻ തീരുമാനിച്ചു. അതിനായി അവരെ വനിതാ പോലീസുകാർ നിർബന്ധപൂർവം പിടിച്ച് വള്ളത്തിൽ കയറ്റിക്കൊണ്ടുപോയി. അത് നടുക്കെത്തിയപ്പോൾ അവസാന തുണയും നഷ്ടപ്പെട്ട പുഴ അപാരമായി ഒന്ന് നിലവിളിച്ചു. അത് കേട്ടാണ് ഡാലിയമ്മൂമ്മയുടെ ചങ്ക് കിടുങ്ങിപ്പോയത്. അപ്പൊ എന്താണ്, ഡാലിയമ്മൂമ്മയെ ഒരു ഫ്ലാറ്റിലേക്ക് സംരക്ഷിക്കാൻ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ആരെ കൊണ്ടുപോകാൻ തീരുമാനിച്ചേക്കുന്നേ? ആരുടെ നിർദ്ദേശപ്രകാരമാണ്? കളക്ടറുടെ നിർദ്ദേശപ്രകാരം. അപ്പൊ ഒരു ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ ആരെ കൊണ്ടുപോകുന്നേ? വനിതാ പോലീസുകാർ. കണ്ടോ, അവിടെ ടിക്കറ്റ് ഏക്കുന്നുണ്ടോ? ഒന്ന് ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോവാണ്. ആരെ കൊണ്ടുപോകുന്നേ? വനിതാ പോലീസുകാർ കൊണ്ടുപോവുകയാണ്. എന്തിനാ കൊണ്ടുപോകുന്നത്? ഒരു വള്ളത്തിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുപോകാം. അത് നടുക്കെത്തിയപ്പോ ആര് നിലവിളിച്ചു? നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് നിന്ന് നമ്മൾ വേറെ അടുത്തേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? വിഷം വരത്തില്ലേ? അപ്പം പുഴ അതിന്റെ അവസാന തുണയും നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോ എന്ത് ചെയ്തു? പുഴ അപാരമായി ഒന്ന് നിലവിളിച്ചു. അത് കേട്ടപ്പോ എന്തു പറ്റി? ഡാലിയമ്മൂമ്മയുടെ ചങ്ക് കിടുങ്ങിപ്പോയി. അപ്പൊ ഒരു പുതിയ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. ആരെ കൊണ്ടുപോകുന്ന? വനിതാ പോലീസുകാര്. വള്ളം നടുക്കെത്തിയപ്പം പുഴ എന്ത് ചെയ്തു? നിലവിളിച്ചു. അത് കേട്ടപ്പോഴാണ് എന്ത് പറ്റിയത്? ഡാലിയമ്മൂമ്മയുടെ ചങ്ക് കിടുങ്ങിപ്പോയി. ഡാലിയമ്മൂമ്മയുടെ പുഴ എന്ന പാഠഭാഗം എഴുതിയത് ആര്? അപ്പൊ കൃതി ഏതാണ്? നരോദ പാട്ടിയിൽ നിന്നുള്ള ബസ്. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. സൈനിങ് ഓഫ്, അച്ഛൻ കത്തസ്.